ഓഫ് ഹൗ, പവർ ഓഫ് വൈ. എന്തുകൊണ്ട്, എങ്ങനെ, ഇത് രണ്ടുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, എങ്ങനെ അത് സോൾവ് ചെയ്യാം, ഇത് രണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഹൗവും വൈയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും സോൾവ് ആവും. ഈ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഏത് കാര്യം എടുത്താലും ഹൗവും വൈയും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ലൂക്കോസ് കെയു. പുള്ളി ഞാനും കോളേജിൽ തൊട്ടേ ഒന്നിച്ച് പഠിക്കുന്നതാണ്. അദ്ദേഹം ഇപ്പൊ US അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളിക്ക് ഈ പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് നാട്ടിൽ വെച്ചുണ്ടായിരുന്നോ? ഇവിടെ വെച്ചില്ലായിരുന്നു. 1.5 വർഷമായി പുള്ളി ഇപ്പൊ US. അപ്പൊ എൻ്റെ ഇവിടെ ബാസ്കറ്റ്ബോളൊക്കെ കളിക്കുന്ന, എക്സസൈസ് ഒക്കെ ഉണ്ട്, സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അവന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം. ഇപ്പൊ ഇവിടെ വെച്ചില്ല, അവിടെ വെച്ചാണ്. ഓക്കെ, അവിടെയാണ് നമ്മൾ ഹൗവും വൈയും നമ്മൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കും നമ്മളോട് തന്നെ, ഹൗ, വൈ. അപ്പം ഞാന് അവനോട് പറഞ്ഞു വെച്ചാല് നെറ്റിൽ കയറി നമ്മൾ സെർച്ച് ചെയ്യുക, ഈ പ്രഷർ കുറയാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പൊ അവൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഞാൻ നെറ്റിൽ കണ്ട കാര്യം ഞാൻ പറയാം, ജസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മള് ചാറ്റ് GPT ഉണ്ട്, മെറ്റായി ഉണ്ട്, ഇതിനകത്ത് നോക്കിയാൽ മതി. എന്ത് പ്രശ്നം ഉണ്ടല്ലോ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുക. അപ്പൊ അതിനകത്തോളം നമുക്കൊരു ഐഡിയ കിട്ടും. ഫസ്റ്റ് അതിന് വേണ്ടിയാ നാച്ചുറൽ വേസ് ടു റെഡ്യൂസ് പ്രഷർ. അപ്പൊ അതിനകത്ത് പറയുന്നത് ഫിസിക്കൽ ടെക്നിക്കിനകത്ത് വരുന്നത് ഡീപ് ബ്രീത്തിങ് എക്സസൈസ്. അപ്പം ബ്രീത്ത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ മസിൽ റിലാക്സേഷൻ ഉണ്ട്, യോഗ പറയുന്നുണ്ട്, മസാജ് തെറാപ്പി ഉണ്ട്. അപ്പൊ നമ്മളെ ഈ സെൽസ് ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ സർക്കുലേഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ വാക്കിംഗ് എക്സസൈസ്, നടക്കുക, ഓടുക, അങ്ങനെയുള്ള എക്സസൈസുകൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഹെർബൽ റെമഡീസ് പറയുന്നുണ്ട്, ചില ഹെർബൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ നാച്ചുറലായിട്ട് തന്നെ വരുന്നേ. പിന്നെ ഡയറ്റിനകത്തുള്ള ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. omega-3 ഉണ്ട്, അപ്പം അതിനകത്ത് ഫ്ലക്സ് സീഡ്സ് ഉണ്ട്, ഫാറ്റി ഫിഷ് ഉണ്ട്. പിന്നെ അങ്ങനെ പൊട്ടാസ്യം റിച്ച് ഫുഡ് പറയുന്നുണ്ട്, ബനാന, അവക്കോഡ. പിന്നെ വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറയുന്നുണ്ട്, ടൈം മാനേജ്മെന്റ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ സ്ട്രെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്. പിന്നെ 7 to 8 മണിക്കൂർ ഉറങ്ങുക, കണക്ട് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. റിലാക്സേഷൻ ടെക്നിക്കിനകത്ത് വിഷ്വലൈസേഷൻ പറയുന്നുണ്ട്, ഗൈഡഡ് ഇമാജിനറി പറയുന്നുണ്ട്. പിന്നെ സപ്ലിമെന്റ്സ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സപ്ലിമെന്റ്സ് നോക്കിയാൽ മതി, അതൊക്കെയാ മാഗ്നീഷ്യം, അതൊക്കെയുള്ള ഫുഡ് കഴിച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ലൂക്കോച്ചൻ ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. കാര്യം എക്സസൈസ് ഇവിടെ ഇല്ലായിരുന്നു, 1.5 വർഷം മുമ്പ് പ്രഷർ ഇല്ലായിരുന്നു. റെഗുലർ എക്സസൈസ്. പിന്നെ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, ഗോൾ സെറ്റിങ് ഒക്കെ പറയുന്നുണ്ട് അതിനകത്ത്. ലക്ഷ്യമില്ലാത്തൊരു വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രെസ് കൂടും. ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് വീണ്ടും പ്രഷർ ചെക്ക് ചെയ്യുക. അപ്പൊ പ്രഷർ നോർമലായിട്ട് കുറയുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മരുന്ന് കഴിക്കത്തില്ല, ഡോക്ടറെ അടുത്ത് പോകത്തില്ല. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പോയാൽ മതിയല്ലോ. അപ്പൊ നമ്മളെപ്പോഴും സെക്കൻഡ് ഒപ്പീനിയനും ഒക്കെ എടുത്തോണ്ടിരിക്കണം, ഇത് എന്താ അടുത്ത സംഭവം, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഈ 2 കാര്യങ്ങളും ഹൗ, വൈ നിങ്ങളുടെ മുന്നിൽ വന്നു കഴിയുമ്പോൾ, ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ, ഒരു ഹെൽത്ത് പറഞ്ഞതേ ഉള്ളൂ. ബിസിനസ് ആണ് ഇത് തന്നെ സംഭവം, ജോലിയാണല്ലോ ഇത് തന്നെ. എന്തുകൊണ്ട്, എങ്ങനെ, ഇത് 2 ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആവുക. വലിയ വലിയ പ്രശ്നങ്ങൾ വരെ സോൾവ് ചെയ്യാൻ സാധിക്കും.
ഈ പ്രഷറിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മറ്റു രോഗങ്ങളിലേക്ക് പോകും. കാരണം ഇതെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ടാവും. മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ നാച്ചുറൽ വേസിൽ എങ്ങനെ നമ്മൾ കറക്റ്റ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്കൊരു രോഗം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആശുപത്രിയിൽ പോകത്തില്ല. കാര്യം നമുക്കൊരു പ്രശ്നം ഉണ്ടായി നമ്മളൊരു രോഗിയാവുമ്പോഴാണ് നമ്മൾ ആശുപത്രിയെ ചിന്തിക്കുന്നത്. നമ്മളൊരു ഫ്രീ ആയിട്ട് ഇത് നമുക്ക് എവിടെയെങ്കിലും ബീച്ചിൽ പോകണമെന്നാണ്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മൂന്നാർ പോവോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവുക, അവിടെ പോയി താമസിക്കാനാണ്. ഒരിക്കലും ആശുപത്രി നമ്മളെ മനസ്സിൽ പോലും ഇല്ല, നമ്മുടെ ആരുടെയും ഡോക്ടർ നമ്മുടെ മനസ്സിലില്ല. കാരണം എന്ന് വെച്ചാല് നമുക്ക് ആർക്കും രോഗിയാകാൻ താല്പര്യമില്ല. നമ്മള് ആശുപത്രി പോകുന്ന താല്പര്യം ഉണ്ടായിട്ടല്ല, നിവൃത്തിയേട് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ ഇപ്പൊ കിട്ടും. എന്നിട്ട് നമ്മൾ അത് എങ്ങനെ കൈകാര്യം, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. പലർക്കും മടിയായല്ല, ഫുഡ് മാറ്റണം, എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ പഠിക്കുക നമ്മുടെ പ്രശ്നം. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്ക് അത് ചെയ്തിരുന്നു. ഈ ശരീരം നമ്മുടെ അല്ല, നമ്മൾ ഇതിനകത്ത് ജീവിക്കുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് നിൽക്കാൻ മേല, ലൈഫിനകത്ത് നിൽക്കാൻ മേലാത്തൊരു സിറ്റുവേഷൻ വന്നാല് ലൈഫ് പുറത്തേക്ക് ഇറങ്ങിപ്പോവും, ഈ ജീവൻ പുറത്തേക്ക് പോകും, എനർജിയാണ് അത് പോവും. അപ്പം അതുകൊണ്ട് നമ്മളെ എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് ഇത് കീപ്പ് ചെയ്യണം എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ഭംഗിയായിട്ട് കീപ്പ് ചെയ്യണം, ഏറ്റവും നല്ലതായിട്ട് ജീവിക്കുക, ഏറ്റവും നല്ല ആരോഗ്യത്തോടെ നമ്മുടെ ശരീരത്തെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബേസ്. ഇതാണ് അതിന്റെ ഏറ്റവും അടിത്തറ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇതിനകത്ത് ഇത് മോശമായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ബുദ്ധിമുട്ടാവുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് കാര്യത്തിൽ നിങ്ങൾ എക്സാമ്പിൾ എടുക്കുക, എന്ത് എക്സാമ്പിൾ എടുത്തു, ഹൗ, വൈ, എല്ലാ കാര്യത്തിനും ഇത് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എഴുതി നോക്കുക, എന്തുകൊണ്ടാണ് ആലോചിച്ച് നോക്കുക, എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ വന്നിട്ട് തന്നെ വരും.